Welcome everyone. Now we are discussing two mark questions of film studies, sixth semester of BA English, Calicut University. Okay, first question: what is cross cutting? Answer: cross cutting is an editing technique where the film alternates between two or more scenes happening at the same time. അതായത് ക്രോസ് കട്ടിംഗ് എന്ന് പറയുന്നത് ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണ്. എവിടെ യൂസ് ചെയ്യുന്ന ഫിലിമിൽ ഒരു രണ്ട് ടൈമിൽ സംഭവിക്കുന്ന സീൻസ് അതായത് ഒരു സമയത്ത് ഒരു സീനാണല്ലോ കാണിക്കുക. അതിന് പകരം ഒരേ സമയത്ത് രണ്ട് സീനുകൾ, ഒരു ഒരു സ്ഥലത്തിലെ സീനും അതിനോടൊപ്പം തന്നെ വേറൊരു സ്ഥലത്തിലെ സീനുകൾ രണ്ടും ഒരു സമയത്ത് നടക്കുന്ന രണ്ട് സീനുകൾ കാണില്ലേ, അതിനെയാണ് ക്രോസ് കട്ടിംഗ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഹെൽപ്സ് കണക്ട് ഇറ്റ് ക്രിയേറ്റ് സസ്പെൻസ് ആൻഡ് ഷോസ് പാരലൽ ആക്ഷൻ. ഇത് രണ്ട് ഭാഗത്തെ സീൻസും കാണിച്ചതുകൊണ്ട് തന്നെ ഇതിൽ സസ്പെൻസ് കൂട്ടും, ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് സസ്പെൻസ് ഉണ്ടാക്കുന്നു. ദിസ് മെത്തേഡ് ഹെൽപ്സ് കണക്ട് ഡിഫറെൻറ്റ് സ്റ്റോറി ലൈൻ. രണ്ട് ഭാഗത്തുള്ള കഥകളെയും സ്റ്റോറി ലൈനെയും ഇത് കണക്ട് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ആക്ഷൻ ആൻഡ് ഡ്രാമാറ്റിക് സീൻസ്. അതായത് ഇത് യൂസ് ചെയ്യുന്നത് ആക്ഷനിലും ഡ്രാമാറ്റിക് സീൻസിലൊക്കെയാണ് ഈ ക്രോസ് കട്ടിംഗ് എന്ന എഡിറ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ മിസൈൻ സീൻ. മിസൈൻ സീൻ റെഫേഴ്സ് ടു എവറിത്തിങ് വിസിബിൾ ഇൻ എ ഫിലിം ഫ്രെയിം സച്ച് ആസ് സെറ്റിംഗ്, ലൈറ്റിംഗ്, കോസ്റ്റ്യൂംസ് ആൻഡ് ആക്ടേഴ്സ്. മിസൈൻ സീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്തേക്ക് കാണുന്ന ഒരു പ്രേക്ഷകന് ഒരു സീന് കാണുമ്പോൾ ആ സീനിൽ പുറത്തേക്ക് കാണുന്ന വിസിബിളായ എല്ലാ സാധനങ്ങളെയും, അതുപോലെ തന്നെ സെറ്റിങ്, എല്ലാ ആക്ടേഴ്സ്, അതുപോലെ കോസ്റ്റ്യൂം, ലൈറ്റിങ് എല്ലാം പെടും. അതിനൊക്കെയാണ് മിസൈൻ സീൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷേപ്സ് ദ വിഷ്വൽ മീനിങ് ഓഫ് എ സീൻ. അതായത് ഒരു സീനിൻ്റെ വിഷ്വൽ മീനിങ് ഷേപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ക്രിയേറ്റ് മൂഡ് ആൻഡ് അറ്റ്മോസ്ഫിയർ. ഡയറക്ടർ യൂസ് ഇറ്റ് ടു എക്സ്പ്രസ് ഐഡിയാസ് വിഷ്വലി. അതെന്താണെന്ന് വെച്ചാൽ ഒരു മൂഡ് ആൻഡ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു പകലത്തെ സീനാണ് ഡയറക്ടറിന് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലൈറ്റിങ്ങിനോട് കൂടി നമുക്ക് മനസ്സിലാവും അത് പകലാണോ രാത്രിയാണോ. അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ സെറ്റിങ് മനസ്സിലാവും. ഒരു ഗ്രാമപ്രദേശമാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ കോസ്റ്റ്യൂം കണ്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ അവിടുത്തെ സെറ്റിങ് കണ്ടാൽ മനസ്സിലാവും നമുക്കത് ഗ്രാമപ്രദേശമാണ്. അതാണ് വിസിബിളായ എല്ലാ സാധനങ്ങളെയും റെഫർ ചെയ്യുന്നതാണ് മിസൈൻ സീൻ. തേർഡ് വൺ: വാട്ട് ഈസ് എ ജംപ് കട്ട്? ആൻസർ: എ ജംപ് കട്ട് ഈസ് ആൻ അബ്രുപ്റ്റ് ട്രാൻസിഷൻ ബിറ്റ്വീൻ ടു ഷോട്ട്സ് ഓഫ് ദ സെയിം സബ്ജക്റ്റ്. അതായത് ജംപ് കട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അബ്രുപ്റ്റ് ട്രാൻസിഷൻ എന്നാണ്. അതായത് പെട്ടെന്നുള്ള ട്രാൻസിഷൻ ബിറ്റ്വീൻ ടു ഷോട്ട്സ് ഓഫ് ദ സെയിം സബ്ജക്റ്റ്. ഒരേ സബ്ജക്റ്റിനെ പറ്റിയുള്ള രണ്ട് ഷോട്ട്സിൻ്റെ പെട്ടെന്നുള്ള മാറ്റമാണ്. അതായത് ഒരു ഒരു സബ്ജക്റ്റിനെ പറ്റി ഇങ്ങനെ കണ്ടുകൊണ്ട് പോയി കാരണം പെട്ടെന്ന് അതിനോട് സാമ്യമുള്ള വേറൊരു സബ്ജക്റ്റ്, അതായത് ഒരാളുടെ ലൈഫ് ഇങ്ങനെ കാണിച്ചു വരികയാണ്, അപ്പോൾ അതേ ലൈഫ് സാമ്യമുള്ള വേറെ ഒരാളുടെ ലൈഫിലേക്ക് പെട്ടെന്നൊരു മാറ്റകരം, പെട്ടെന്നുള്ള ട്രാൻസിഷൻ. ഇറ്റ് ക്രിയേറ്റ്സ് എ സഡൻ ബ്രേക്ക് ഇൻ കണ്ടിന്യൂറ്റി. ഇതൊരു സഡൻ ബ്രേക്കാണ്, കണ്ടിന്യൂറ്റിയിൽ സഡൻ ബ്രേക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദിസ് ടെക്നിക് ഗിവ്സ് എ സെൻസ് ഓഫ് ടൈം പാസിംഗ് ആൻഡ് ഡിസോറിയൻറ്റേഷൻ. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ മോഡേൺ സിനിമ. ഇത് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സിനിമയിലാണ് ഇത് കോമൺലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പണ്ടൊന്നും ഇങ്ങനത്തെ ജംപ് കട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. Fourth one: what are musical films? Answer: musical films are movies that include songs and dance as a major part of the narrative. അതായത് മ്യൂസിക്കൽ ഫിലിംസ് എന്ന് പറയുന്നത് ആ മൂവീസിൽ ആ മ്യൂസിക്കിൻ്റെ മേജർ പാർട്ട് എന്ന് പറയുന്നത് സോങ്സും ഡാൻസും ആയിരിക്കും. അതായത് പാട്ടുകളും നൃത്തങ്ങളും ആയിരിക്കും ആ മ്യൂസിക്കൽ ഫിലിംസിൻ്റെ മേജർ പാർട്ട്. ക്യാരക്ടർ എക്സ്പ്രസ് ഇമോഷൻ ത്രൂ ദ മ്യൂസിക്. These films often combine story and performance. They are popular in both Hollywood and Indian cinema. ഈ മ്യൂസിക്കൽ ഫിലിംസിലെ ആക്ടേഴ്സൊക്കെ അവരുടെ ഇമോഷൻസിനൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് മ്യൂസിക്കിലേക്കാരം. പിന്നെ അതിനോടൊപ്പം തന്നെ ആ ഫിലിമിൻ്റെ സ്റ്റോറിയും പെർഫോമൻസിൻ്റെ ഒക്കെ ഈ സോങ്ങിലൂടെ നൃത്തത്തിലൂടെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവും. ഇതിപ്പോൾ ഹോളിവുഡിലും ഇന്ത്യൻ സിനിമയിലൊക്കെ പോപ്പുലറിലാണ് ഈ മ്യൂസിക്കൽ ഫിലിംസ്. റോ മെറ്റീരിയൽ ഓഫ് ഫിലിം. അക്കോർഡിംഗ് ടു ക്രിസ്ത്യൻ മേറ്റ്സ്, ക്രിസ്ത്യൻ മേറ്റ്സിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഫിലിമിൻ്റെ റോ മെറ്റീരിയൽ എന്നാണ് ക്വസ്റ്റ്യന്. ഫിലിംസ് ക്രിയേറ്റ് മീനിങ് യൂസിങ് വേരിയസ് റോ മെറ്റീരിയൽസ്. അതായത് ഒരു ഫിലിമിന് മീനിങ് വരുന്നത് അതിൻ്റെ റോ മെറ്റീരിയലിലൂടെയാണ്. ആ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇമേജ്, സൗണ്ട്, സ്പീച്ച്, മ്യൂസിക് ആൻഡ് റിട്ടൺ ടെക്സ്റ്റ്. ഇതൊക്കെയാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽ. ഇതിലൂടെയാണ് ആ സിനിമയുടെ മീനിങ് പ്രേക്ഷകർക്ക് എത്തിക്കുക. ഈച്ച് എലമെൻറ്റ് കോൺട്രിബ്യൂട്ട് ടു കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ഓരോ എലമെൻറ്റും ആ ഒരു ഡയറക്ടർ എന്താണോ മീൻ ചെയ്തത് അത് വ്യൂവേഴ്സിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടുഗദർ ദ ഫോം ദ ലാംഗ്വേജ് ഓഫ് സിനിമ. ഇതെല്ലാതും പാടെ കൂടിയാണ് ഒരു സിനിമയുടെ ലാംഗ്വേജ് ഫോം ചെയ്യുന്നത് എന്നാണ് മേറ്റ്സിൻ്റെ അഭിപ്രായത്തിൽ റോ മെറ്റീരിയൽ ഓഫ് ഫിലിം. സിക്സ്ത് വൺ: എക്സ്പ്ലെയിൻ തേർഡ് സിനിമ. തേർഡ് സിനിമ ഈസ് എ ഫിലിം മൂവ്മെൻറ്റ് ദാറ്റ് എമേർജ്ഡ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഈ ഒരു സിനിമ വന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ആൻറ്റി കൊളോണിയൽ ഇഷ്യൂസ്. അതായത് സാമൂഹികവും രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളൊക്കെയാണ് ഈ സിനിമ ഫോക്കസ് ചെയ്തത്. ഇറ്റ് ഓപ്പോസസ് കൊമേഴ്ഷ്യൽ സിനിമ. വാണിജ്യത്തിന് വേണ്ടിയാണ്ട് വിൽക്കുന്ന സിനിമകളുണ്ട്. സാധാരണ പോലെ നമ്മളെ നാട്ടിലുള്ള സിനിമകൾക്കൊക്കെ എതിരെയാണ് ഈ തേർഡ് സിനിമ. ഇറ്റ് എയിംസ് ടു ക്രിയേറ്റ് അവയർനെസ് ആൻഡ് ഇൻസ്പയർ ചേഞ്ച്.
ഇത് ഒരു ഉണ്ടാക്കിയത് എന്തിനാണ്? അവയർനെസ്സിനും ഇൻസ്പയറിനുമാണ്. അതായത് ബോധവൽക്കരണത്തിനും ആളുകളെ മാറ്റിയെടുക്കാനൊക്കെ വേണ്ടിയാണ്ടാണ് ഈ ഒരു തേർഡ് സിനിമ കൊണ്ടുവന്നത്. ഇത് കൊണ്ടുവന്നത് ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. 7th question, what is apparatus theory? Apparatus theory studies how cinema influence viewers through its technology and structure. ഇത് ഈ അപ്പാരറ്റസ് തിയറി പഠിക്കുന്നത് ഒരു സിനിമ ആ സിനിമയുടെ ടെക്നോളജിയും സ്ട്രക്ചറും എല്ലാം എങ്ങനെയാണ് വ്യൂവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള ഒരു പഠനത്തെയാണ് അപ്പാരറ്റസ് തിയറി എന്ന് പറയുന്നത്. ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് ഫിലിം ക്രിയേറ്റ്സ് ആൻ ഇല്യൂഷൻ ഓഫ് റിയാലിറ്റി. അതായത് ഓരോ ഫിലിം കണ്ടതിന് ശേഷം ആ ഫിലിമിൻ്റെ ഒരു ഇല്യൂഷന്, ഒരു തോന്നൽ, ഒരു മായാജാലം എന്നൊക്കെ പറയില്ലേ, ആ സാധനം റിയാലിറ്റിയിൽ വരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആ സിനിമ കണ്ട ശേഷം ആ സിനിമേൻ്റെ വിഷ്വൽസൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് കുറച്ച് നേരം പോകില്ലല്ലോ, അതാണ് ഇല്യൂഷന്. ദ ഓഡിയൻസ് ഈസ് പൊസിഷൻഡ് ഇൻ എ സ്പെസിഫിക് വേ, ഇറ്റ് കണക്ട് സിനിമ വിത്ത് ഐഡിയോളജി. പ്രേക്ഷകനെ ഈ സിനിമ കാരണം ഒരു സ്പെസിഫിക് ആയ ഒരു വേല നിർത്തുന്നു എന്നാണ് പറയുന്നത്. അതായത് ആ ഇല്യൂഷൻ വഴി കുറച്ച് സമയത്തേക്ക് ഒരു പ്രത്യേക സ്പെസിഫിക് വേല നിർത്തുന്നു. ഇറ്റ് കണക്ട്സ് സിനിമ വിത്ത് ഐഡിയോളജി. അതായത് ഈ അപ്പാരറ്റസ് തിയറി ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട ഒരു തിയറിയാണെന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ബാസിൻ ഡിസ്കസ് ഇൻ ഹിസ് എസ്സേ ദ എവല്യൂഷൻ ഓഫ് ദ ലാംഗ്വേജ് ഓഫ് സിനിമ? ആൻസർ, ആൻഡ്രൂ ബാസിൻ ഇൻ ഹിസ് എസ്സേ ഡിസ്കസ്ഡ് ദ എവല്യൂഷൻ ഓഫ് ഫിലിം ലാംഗ്വേജ്. ഫിലിം ലാംഗ്വേജിൻ്റെ എവല്യൂഷനെ പറ്റിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹി സപ്പോർട്ടഡ് റിയലിസം ആൻഡ് ലോങ് ടേക്സ്. റിയലിസം എന്ന് വെച്ചാൽ യഥാർത്ഥത്തെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു, ആൻഡ് ലോങ് ടേക്സിനെയൊക്കെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു. ഹി ബിലീവ്ഡ് സിനിമ ഷുഡ് റിഫ്ലക്റ്റ് റിയാലിറ്റി നാച്ചുറലി. അതായത് സിനിമ റിഫ്ലക്റ്റ് ചെയ്യുന്നത് റിയാലിറ്റിയെയാണ് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അതായത് യഥാർത്ഥ സംഭവങ്ങളെയൊക്കെയാണ് സിനിമയിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഹി പ്രിഫേർഡ് ഡീപ്പ് ഫോക്കസ് ഓവർ ഹെവി എഡിറ്റിംഗ്. അദ്ദേഹം അതുപോലെ തന്നെ ഡീപ്പ് ഫോക്കസിനെ പ്രിഫർ ചെയ്യുന്നു. ആവശ്യമില്ലാത്ത ഹെവി എഡിറ്റിംഗ് ഒക്കെ അദ്ദേഹം ഒഴിവാക്കാനാണ് അദ്ദേഹത്തിൻ്റെ എസ്സേയിലൂടെ അദ്ദേഹം പറയുന്നത്. 9th question, how does Mates differentiate denotation and connotation? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുന്നത്. ഡിനോട്ടേഷൻ റെഫേഴ്സ് ടു ദ ലിറ്ററൽ മീനിങ് ഓഫ് ആൻ ഇമേജ്. ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ്, അതാണ്. കൊണോട്ടേഷൻ റെഫേഴ്സ് ടു ദ ഡീപ്പർ ആൻഡ് ഇംപ്ലൈഡ് മീനിങ്. അതായത് ഒരു പിക്ചർ കണ്ടാൽ അതിനെ പറയണം, ആ പിക്ചർ നമ്മളൊരു പൂവ് കണ്ടാൽ പൂവ്, അതാണ് ഡിനോട്ടേഷന്. പക്ഷെ ആ പൂവ് കാണുമ്പോൾ ഇതിൻ്റെ ഇന്നറായ മീനിങ്ങൾ ഉണ്ടാവുമല്ലോ. പൂവ് ഇപ്പോൾ ഒരു റോസ് പൂവാണെങ്കിൽ അതൊരു ലവിൻ്റെ സിമ്പിളാണ്, അതാണ് കൊണോട്ടേഷൻ. അതിൻ്റെ ഇംപ്ലൈഡ് അല്ലെങ്കിൽ ഡീപ്പറായ മീനിങ്ങിനെയാണ് കൊണോട്ടേഷൻ എന്ന് പറയുന്നത്. ഫിലിംസ് യൂസ് ബോത്ത് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. ഫിലിംസ് ഈ രണ്ട് സാധനങ്ങൾ, കൊണോട്ടേഷനും ഡിനോട്ടേഷനും എന്താ പറയുക, എഫക്റ്റീവ്ലി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൊണോട്ടേഷൻ ഓഫൻ ഡിപ്പെൻഡ്സ് ഓൺ കൾച്ചറൽ കണ്ടക്സ്റ്റ്. കൊണോട്ടേഷന് സംസ്കാരത്തെയും കൂടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അത് മാറുന്നു എന്നാണ് പറയുന്നത്. അതായത് സംസ്കാരത്തെ ആശ്രയിച്ച് ആ കൊണോട്ടേഷൻ്റെ മീനിങ് ഡിപ്പെൻഡ് ആവുമെന്നാണ് പറയുന്നത്. ഓരോ ഫിലിമിലും ഓരോ സംസ്കാരങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് കൊണോട്ടേഷൻ്റെ മീനിങ് വ്യത്യാസം വരും. പക്ഷേ ഡിനോട്ടേഷൻ എന്ന് പറയുന്നത് ഇമേജിൻ്റെ മീനിങ് ആണ്, കൊണോട്ടേഷൻ എന്ന് പറയുന്നത് ഡീപ്പറായ മീനിങ് ആണ്. വാട്ട് ആർ 3 types of gazes in cinema mentioned by Laura Mulvey in her essay? ലൗറ മൾവി മെൻഷൻ ചെയ്ത 3 ടൈപ്പ് ഓഫ് ഗേസസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതായത് 3 ടൈപ്പ് കാഴ്ച, അതായത് 3 ആൾക്കാർ കാണുന്ന വ്യൂസ് ഒക്കെ പറയുന്നത്, വ്യൂ പോയിന്റ്. ഫസ്റ്റ് ആൻസർ, ലൗറ മൾവി ഐഡന്റിഫൈ 3 types ഓഫ് ഗേസ് ഇൻ സിനിമ. ദ ആർ ദ ക്യാമറാസ് ഗേസ്, ക്യാമറൻ്റെ ഉള്ളിലൂടെ കാണുന്ന ഒരു കാഴ്ച. ദ ക്യാരക്ടേഴ്സ് ഗേസ്, ക്യാരക്ടറിൻ്റെ ആ ഫിലിമിലുള്ള അല്ലെങ്കിൽ ആ സിനിമയിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ കണ്ണിലൂടെ കാണുന്ന കാഴ്ച. ആൻഡ് ദ ഓഡിയൻസ് ഗേസ്, പിന്നെ പ്രേക്ഷകരുടെ കാഴ്ച. ദീസ് ഓഫൻ റിഫ്ലക്റ്റ് മെയിൽ ഡോമിനൻസ്. ഇതെല്ലാം മെയിൽ ആധിപത്യം, അതായത് പുരുഷാധിപത്യം ഇതിലെല്ലാം കാണുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഹെർ തിയറി എക്സ്പ്ലെയിൻസ് വിഷ്വൽ പ്ലഷർ ആൻഡ് പവർ. അതായത് അവളുടെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വിഷ്വൽ പ്ലഷറും പവറുമാണ്. അതായത് മെയിൽ ഡോമിനൻസിൻ്റെ മെയിലെ ആൾക്കാർ ഈ കേസിലൊക്കെ നോക്കുന്നത് മെയിലായ ആൾക്കാരുടെ മാത്രമാണ്, അപ്പോൾ അതാണ് പവർ എന്ന് പറയുന്നത്. പിന്നെ വിഷ്വൽ പ്ലഷർ, ആർക്കാണ് ഏറ്റവും കൂടുതൽ വിഷ്വൽ പ്ലഷർ കിട്ടുന്നത് അതും നോക്കേണ്ടത്. ഓഫ് കോഴ്സ് ഓഡിയൻസ് ഗേസിലൂടെ നോക്കിയാലാവും ആ ഒരു പ്ലഷർ കിട്ടുക. സോ ഈ തിയറിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ. 11th question, explain direct address style in documentary. ഡോക്യുമെൻ്ററിയിൽ ഉപയോഗിക്കുന്ന ഡയറക്റ്റ് അഡ്രസ്സ്
എന്താണെന്ന് ചോദിക്കുന്നത്. ഡയറക്റ്റ് അഡ്രസ് ഈസ് വെൻ എ പേഴ്സൺ സ്പീക്സ് ഡയറക്ട്ലി ടു ദ ക്യാമറ. ക്യാമറയോട് നേരിട്ട് ഒരു പേഴ്സൺ സംസാരിക്കുന്നതിനെയാണ് ഡയറക്റ്റ് അഡ്രസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് എ പേഴ്സണൽ കണക്ഷൻ വിത്ത് ദ ഓഡിയൻസ്. ഇത് പേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കുകയാണ്. ഇറ്റ് ഈസ് കോമൺ ഇൻ ഡോക്യുമെന്ററീസ് ആൻഡ് ഇന്റർവ്യൂസ്. ഇന്റർവ്യൂവിലും ഡോക്യുമെന്ററിയിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. ഇറ്റ് ഇൻക്രീസസ് ഒതന്റിസിറ്റി. ഇത് വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. കാരണം സ്വന്തം കാര്യങ്ങളൊക്കെ ഒരാൾ ഒരാൾ നേരിട്ട് പറയുമ്പോൾ അതിന് വിശ്വാസ്യത കൂടും. അത് അല്ലാതെ പക്ഷം വേറൊരാൾ കഥ പോലെ പറയുമ്പോൾ അതിന് വിശ്വാസ്യത കുറയുമല്ലോ. അതാണ് ഇന്റർവ്യൂസിലും ഡോക്യുമെന്ററീസിലൊക്കെയാണ് ഈ ഡയറക്റ്റ് അഡ്രസ് സ്റ്റൈൽ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈൽ ദ പോസ്റ്റർ ഓഫ് ദ ഫിലിം ദ ഗോൾഡൻ റഷ് സജസ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് എ ഡ്രാമാറ്റിക് കോമഡി, വാട്ട് ഡിഡ് ക്രിറ്റിക്സ് കാൾ ദം? ആൻസർ, അതായത് ഗോൾഡ് റഷ് ചാർലി ചാപ്ലിൻ്റെ മൂവിയാണല്ലോ. ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് ഇത് ഡ്രാമാറ്റിക് കോമഡി എന്നാണ് പറയുന്നത്. പക്ഷേ ക്രിറ്റിക്സ് അതിനെ വിളിക്കുന്നത് ട്രാജിക് കോമഡി എന്നാണ്. അപ്പോൾ അത് എന്താണ് വിളിക്കുന്നത് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദ പോസ്റ്റർ കാൾസ് ഇറ്റ് എ ഡ്രാമാറ്റിക് കോമഡി. പോസ്റ്ററിൽ ഇത് ഡ്രാമാറ്റിക് കോമഡിയാണ്. ക്രിറ്റിക്സ് ഓഫൻ കാൾ ഇറ്റ് എ ട്രാജിക് കോമഡി. ഇറ്റ് കമ്പൈൻസ് ഹ്യൂമർ വിത്ത് സീരിയസ് തീം. അതായത് സീരിയസ് ആയ തീമിലൂടെ ഹ്യൂമർ കൈകാര്യം ചെയ്യേണ്ടത്. ചാർലി ചാപ്ലിൻ ബാലൻസ് കോമഡി ആൻഡ് സാഡ്നെസ്. അതിൽ സാഡ്നെസ്സും കോമഡിയൊക്കെ ചാർലി ചാപ്ലിൻ ബാലൻസ് ചെയ്ത് കൊണ്ടെടുക്കുന്നുണ്ട്. ദിസ് മേക്സ് ദ ഫിലിം യൂണീക്ക്. അതുകൊണ്ട് തന്നെ ആ ഫിലിം ഒരു യൂണീക്കാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഈസ് ദ ടൈറ്റിൽ ദ 1400 blows ടേക്ക് ഫ്രം? ഈ ടൈറ്റിൽ 1400 blows എവിടെ നിന്നാണ് എടുത്തതെന്ന് ക്വസ്റ്റ്യന്. ദ ടൈറ്റിൽ കംസ് ഫ്രം എ ഫ്രഞ്ച് ഇഡിയം ഫെയർലെസ് 14 കപ്സ്. ഫയറിലെ 400 കൂ എന്ന ഫ്രഞ്ച് ഇഡിയത്തിലാണ് ഈ ടൈറ്റിൽ വന്നത്. ഇറ്റ് മീൻസ് ലീഡിങ് എ വൈൽഡ് ഓർ റിബല്യസ് ലൈഫ്. അത് അർത്ഥമാക്കുന്നത് ഒരു അനിയന്ത്രിതമായ ലൈഫ് അല്ലെങ്കിൽ ഒരു കാട്ട് ലൈഫ് എന്നൊക്കെ പറയുന്നത് ഒരു നിയന്ത്രണമില്ലാത്തൊരു ലൈഫല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദ ഫിലിം റിഫ്ലക്ട് ദ സ്ട്രഗിൾ ഓഫ് യൂത്ത്. ഒരു യുവാവിൻ്റെ സ്ട്രഗിളിനെയാണ് ഈ ഫിലിം റിഫ്ലക്ട് ചെയ്യുന്നത്. ഇറ്റ് സ്യൂട്ട്സ് ദ പ്രൊട്ടഗനിസ്റ്റ് ക്യാരക്ടർ. പിന്നെ അത് ആ പ്രൊട്ടഗനിസ്റ്റിൻ്റെ ക്യാരക്ടറിന്, അതായത് അതിലെ മെയിൻ ക്യാരക്ടറിന് ഇത് സ്യൂട്ടായി മാറുന്നു. 14ാമത്തെ ക്വസ്റ്റ്യന്, കമന്റ് ഓൺ ദ നെറേറ്റീവ് ടെക്നിക് എംപ്ലോയിഡ് ഇൻ ദ ഫിലിം മിറർ. മൂവിയിൽ ഉപയോഗിച്ച നെറേറ്റീവ് ടെക്നിക്ക് ഏതാണ് ക്വസ്റ്റ്യന്. മിറർ യൂസസ് എ നോൺ ലീനിയർ നെറേറ്റീവ് സ്റ്റൈൽ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നോൺ ലീനിയർ നെറേറ്റീവ് സ്റ്റൈലാണ്. ഇറ്റ് ബ്ലെൻഡ്സ് മെമ്മറീസ്, ഡ്രീംസ് ആൻഡ് റിയാലിറ്റി. ഈ സ്റ്റൈലിൽ മെമ്മറീസും ഡ്രീംസും റിയാലിറ്റിയും എല്ലാത്തിലും ഒരു ബ്ലെൻഡ് ചെയ്തൊരു നെറേറ്റീവ് സ്റ്റൈലാണ്. The story is fragmented and poetic. Andrei Tarkovsky uses visual to express emotions deeply. അദ്ദേഹം വിഷ്വൽ എല്ലാം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസിനെ ഡീപ്പായി ആഴത്തിൽ തന്നെ വ്യൂവേഴ്സിന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 15th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂണീക്ക് ഓഫ് അടൂർ ഗോപാലകൃഷ്ണൻ ഫിലിംസ്? അടൂർ ഗോപാലകൃഷ്ണൻ്റെ മൂവീസിൻ്റെ ഫിലിം എന്താ പറയുക, യുണീക്ക് എന്താണ് ക്വസ്റ്റ്യന്. അടൂർ ഗോപാലകൃഷ്ണൻ ഫിലിംസ് ആർ നോൺ ഫോർ റിയലിസം ആൻഡ് സിംപ്ലിസിറ്റിയിലും റിയലിസത്തിലാണ് അദ്ദേഹത്തിൻ്റെ മൂവീസ് എല്ലാം ഫേമസ്. ദേ ഫോക്കസ് ഓൺ ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ഇമോഷൻസിനും അതുപോലെ സാമൂഹിക പ്രശ്നങ്ങൾക്കൊക്കെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. ഹിസ് സ്റ്റോറി ടെല്ലിംഗ് ഈസ് സ്ലോ ആൻഡ് മീനിങ് ഫുൾ. അദ്ദേഹത്തിൻ്റെ നെറേഷൻ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ് പതിയെ മീനിങ് ആണ്, സ്ലോ ആൻഡ് മീനിങ് ആണ്. ഹി ഈസ് എ മേജർ ഫിഗർ ഇൻ ഇന്ത്യൻ പാരലൽ സിനിമ. ഇന്ത്യൻ മൂവിയിൽ അദ്ദേഹം ഒരു മേജർ ആയ ഒരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ സർ.